ഹലോ. ഏറ്റവും വലിയ ഒരു അപകടത്തിൽപ്പെട്ടതിന് ശേഷം തളർന്നു പോകേണ്ട പരിസ്ഥിതികളും തളർത്തുവാൻ ചുറ്റിലും ആളുകളും ഉണ്ടായിട്ടും അവയെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ തന്നെ കൊണ്ട് വീണ്ടും ഓടാനാകും എന്ന് സ്വപ്നം കണ്ട് അത് നേടിയെടുത്ത ആളാണ് അമേരിക്കൻ റണ്ണർ ഡേവിഡ് ഗോഗിൻസ്. അദ്ദേഹത്തിൻ്റെ വീഴ്ചയിൽ സന്തോഷിച്ച ഒരുപാട് പേർ അദ്ദേഹത്തിൻ്റെ ചുറ്റിലുമുണ്ടായിരുന്നു. ഹേറ്റേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ മിക്സ് ടാപ്പാക്കി അദ്ദേഹം ബാഡ് ഡേയ്സിൽ കേൾക്കുമായിരുന്നു. ഭൂരിഭാഗം പേർക്കും പോസിറ്റീവ് എനർജി ഉപയോഗിക്കാനാണ് അറിയാവുന്നത്. എന്നാൽ ഡേവിഡ് ഗോഗിൻസ് ഡാർക്ക് എനർജി ഉപയോഗിക്കാൻ അറിയാവുന്ന വ്യക്തിയായിരുന്നു. നിങ്ങളും ഇതേ ഡാർക്ക് എനർജി ഉപയോഗിക്കുന്നതിൽ മാസ്റ്റർ ആവുകയാണെങ്കിൽ നിങ്ങൾക്കും ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും നേടാൻ സാധിക്കും. എന്ത് ലക്ഷ്യം നേടുന്നതിനും നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരോഗ്യം. പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ ആരോഗ്യം ഭക്ഷണത്തെയോ വ്യായാമത്തെക്കാൾ കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് ടെസ്റ്റോസ്റ്റെറോൺ എന്ന ഹോർമോണിലാണ്. ശരീരത്തിൽ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് കുറയുമ്പോൾ ബലഹീനത അനുഭവപ്പെടുകയും അതുപോലെ തന്നെ എത്ര തന്നെ വ്യായാമം ചെയ്താലും ശരീരത്തിൽ മസിൽസ് ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്നു. പുരുഷ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളായ ഫേഷ്യൽ ഹെയർ, പ്യൂബർട്ടി ഹെയർ, ഡീപ്പ് വോയിസ് തുടങ്ങിയവയ്ക്ക് ഈ ഹോർമോണിൻ്റെ അളവനുസരിച്ചാണ് ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ടെസ്റ്റോസ്റ്റെറോൺ ഇംബാലൻസ് ശരീരത്തിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. മസ്കുലർ ഡൈസ്ട്രോഫി, സെക്ഷൽ വീക്ക്നെസ്, ലോ എനർജി, ഹെയർ ലോസ്, ഗൈനക്കോമിസ്ട്രിയ തുടങ്ങിയ ഗുരുതര പ്രശ്നങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോണിൻ്റെ കുറവാണ്. ഇന്ന് കടകളിൽ പലതരം ടെസ്റ്റോസ്റ്റെറോൺ ബൂസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. എന്നാൽ ശരീരത്തിൽ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകാത്തതും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതും തക്കതായ റിസൾട്ട് നൽകുന്നതുമായ ഒന്ന് കണ്ടെത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മാൻഷുർ ടെസ്റ്റോസ്റ്റെറോൺ ബൂസ്റ്റർ സപ്ലിമെന്റ് ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഇല്ലാത്ത മികച്ച ഒന്നാണിത്. ഇതിൽ 100% പ്രകൃതിദത്ത ചേരുവകളാണ് അടങ്ങിയിട്ടുള്ളത്. നിങ്ങളുടെ ടെസ്റ്റോസ്റ്റെറോൺ ലെവൽസ് മികച്ചതാക്കുന്നതിനോടൊപ്പം സെക്സ് ഡ്രൈവ്, ബോൺ ഡെൻസിറ്റി, ഇമ്മ്യൂണിറ്റി, ഹെയർ ഗ്രോത്ത് തുടങ്ങിയവ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു. മാൻഷുർ ടെസ്റ്റോസ്റ്റെറോൺ ബൂസ്റ്റർ സപ്ലിമെന്റിൽ അടങ്ങിയിട്ടുള്ള ഗോക്രൂ ബാഡ എന്ന ചേരുവ പുരുഷ ശരീരത്തിലെ ടെസ്റ്റോസ്റ്റെറോൺ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻസ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഗോക്രൂ ഉപയോഗിക്കുന്നതിലൂടെ ശരീരത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അടുത്തതായി ഇതിലടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് വെളുത്ത മുസ്ലി. മസിൽ ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു ആയുർവേദ ഔഷധമാണിത്. അതുപോലെ തന്നെ അശ്വഗന്ധയും ഇതിലടങ്ങിയിട്ടുണ്ട്. മാക്ക, മുക്കുന്ന പ്യൂറിൻസ്, ട്രിബിളസ് ടെറസ്ട്രീസ് തുടങ്ങിയ പല ആയുർവേദ ഔഷധങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ നാച്ചുറലി ശരീരത്തിൻ്റെ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നവയാണ്. സേഫായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത് നല്ല രീതിയിലുള്ള ഫലം നൽകുന്നതുമായ ഒന്നാണ് മാൻഷുർ ടെസ്റ്റോസ്റ്റെറോൺ ബൂസ്റ്റർ സപ്ലിമെന്റ്. നിങ്ങളുടെ സൗകര്യത്തിനായി പ്രൊഡക്റ്റ് വാങ്ങുന്നതിനായുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. വാസ്തവത്തിൽ ഈ ഡാർക്ക് എനർജി മാസ്റ്ററിംഗ് ആരംഭിക്കുന്നത് ബാല്യകാലത്ത് നിന്നാണ്. ഡേവിഡ് ഗോഗിൻസിന്റെ ബാല്യകാലം വളരെയധികം മോശമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു സോഷ്യോപാത്തിക് അബ്യൂസറായിരുന്നു. ഡേവിഡിനെ ചെറുപ്പത്തിൽ ഒത്തിരി തല്ലുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അമ്മയും അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് ഒത്തിരി ഉപദ്രവിക്കുമായിരുന്നു. പഠിച്ച സ്കൂളിലെ ഒരേ ഒരു ആഫ്രിക്കൻ അമേരിക്കൻ കുട്ടി അദ്ദേഹമായിരുന്നു. റൈസിസ്റ്റ് കമന്റ്സും ഭീഷണികളും ഒക്കെ അദ്ദേഹത്തിന് എല്ലാ ദിവസവും കേൾക്കേണ്ടതായി വന്നു. നമ്മളിൽ ആർക്കെങ്കിലുമാണ് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് ഗ്രേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നേടാൻ സാധിച്ചു എന്ന് വരില്ല. US ആർമിയിൽ പാരാ റെസ്ക്യൂ ടീമിൽ ചേരാൻ ശ്രമിച്ച അദ്ദേഹത്തിന് ട്രെയിനിങ് പോലും പൂർത്തിയാക്കാനായില്ല. 24 വയസ്സിൽ അദ്ദേഹം പെസ്സിനെ കൊല്ലുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം പൂർണ്ണ പരാജയമായി തീർന്നിരുന്നു. എന്നാൽ അപ്പോഴാണ് അദ്ദേഹം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കണ്ടെത്തുന്നത്. ഇതിനെ അക്കൗണ്ടബിലിറ്റി മിറർ എന്നാണ് പറയുന്നത്. തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഉത്തരവാദിത്തം അദ്ദേഹം സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. തന്നെ ഈ പരിസ്ഥിതികളിൽ നിന്നും രക്ഷപ്പെടുത്താൻ ആരും തന്നെ വരില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് താൻ തന്നെയാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. തന്നെക്കുറിച്ചുള്ള സത്യാവസ്ഥ സ്വയം മനസ്സിലാക്കിയതിലൂടെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തും നേടാനുള്ള ഒരു ജ്വാല രൂപപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം ഒരു നേവി സീൽ ആകുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അദ്ദേഹം 3 മാസം കൊണ്ട് 100 പൗണ്ട് വെയിറ്റ് കുറച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും കാഠിന്യമുള്ള മിലിറ്ററി ട്രെയിനിങ് ആയ ഹെൽ വീക്ക് 3 തവണ പൂർത്തിയാക്കി. അവസാനം അദ്ദേഹം ഒരു നേവി സീൽ ആവുക തന്നെ ചെയ്തു. നേവിയിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം പല റെക്കോർഡുകളും ക്രാക്ക് ചെയ്തു. അൾട്രാ മാരത്തോൺ റേസസ് പൂർത്തിയാക്കി. അതോടൊപ്പം തന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ടഫായ മനുഷ്യനായി മാറുകയും ചെയ്തു. എന്നാൽ വാസ്തവത്തിൽ കാൺട്ട് ഹേർട്ട് മീ എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെയാണ് ലോകം അദ്ദേഹത്തെ തിരിച്ചറിയുന്നത്. വളരെ പ്രശസ്തനായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിന്നെയും ഒരു പ്രശ്നം കൂടെ കടന്നു വന്നു. അദ്ദേഹത്തിന് ആട്രിയൽ ഫിബ്രിലേഷൻ എന്ന ഹാർട്ട് കണ്ടീഷൻ ഉണ്ടായി. ക്രിസ്മസ് കഴിഞ്ഞ് 5 ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ടഫ്നെസ് മൊത്തത്തിൽ അവസാനിച്ചു പോയതായി അദ്ദേഹം മനസ്സിലാക്കി. ഇതിനെ അദ്ദേഹം മെൻ്റൽ ലാബ് എന്നാണ് വിളിച്ചത്. നമ്മുടെ മസ്തിഷ്കത്തിലെ നമ്മുടെ ലിമിറ്റ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണിത്. ഡേവിഡ് ഗോഗിൻസിന് നാവിയിലായിരുന്ന സമയം മുഴുവനും അദ്ദേഹം മെൻ്റൽ ലാബിൽ ആക്റ്റീവായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം വിജയിച്ചതോടുകൂടി അദ്ദേഹം അറിയാതെ തന്നെ അദ്ദേഹത്തിൻ്റെ മെൻ്റൽ ലാബിൽ നിന്നും ഡേവിഡ് പുറത്തായി പോയി.
ലൈഫ് എൻജോയ് ചെയ്ത് തുടങ്ങിയതോടെ അദ്ദേഹം സോഫ്റ്റ് ആകാനും തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് 100 മൈൽ റേസ് നടക്കുന്നുണ്ട്, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സ് നിറയെ ആശങ്കയായിരുന്നു. എന്നാൽ അദ്ദേഹം പതിയെ തൻ്റെ മെൻ്റൽ ലാബിലേക്ക് തിരികെ വരാൻ തന്നെ തീരുമാനിച്ചു. ഹെൽ വീക്ക് ട്രെയിനിങ്ങിലൂടെ അദ്ദേഹം 1 സെക്കൻഡ് ഡിസിഷൻ്റെ പ്രാധാന്യത്തെപ്പറ്റി മനസ്സിലാക്കിയിരുന്നു. 1 സെക്കൻഡ് ഡിസിഷൻസ് ആണ് ജീവിതത്തിൽ വാസ്തവത്തിൽ സക്സസ് ആൻഡ് ഫെയിലിയർ ഡിസൈഡ് ചെയ്യുന്നത്. സുഖകരമായ അന്തരീക്ഷത്തിലൂടെ ജീവിച്ചു പോകുമ്പോൾ എന്തെങ്കിലും കാണുമ്പോഴോ കേൾക്കുമ്പോഴോ തോന്നുന്ന ഒരു ആവേശമല്ല ശരിക്കും ഈ 1 സെക്കൻഡ് ഡിസിഷൻ. ഒരുപാട് സഫർ ചെയ്യുമ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നത് തീരുമാനങ്ങളാണ്. ഹെൽ വീക്കിൽ നാവി സീൽസിനെ സൈക്കോളജിക്കലി ടോർച്ചർ ചെയ്യുകയാണ് ഉണ്ടാവുക. കഠിനമായ തണുപ്പിൽ അതികഠിനമായ വ്യായാമങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ശക്തരായവർക്ക് മാത്രമേ ഇതിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പിന്മാറാവുന്നതാണ്. അവിടെ ഒരു ബെൽ ഘടിപ്പിച്ചിട്ടുണ്ടാകും. അത് മുഴക്കുകയാണെങ്കിൽ ചൂടുവെള്ളം, ഒരു ഷവറും ഫുഡും ലഭിക്കുന്നതാണ്. എന്നാൽ അതോടൊപ്പം നിങ്ങളുടെ ആത്മാഭിമാനവും സന്തോഷവും നഷ്ടമാകും. എന്നാൽ ഇതേ പരിശീലനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഡേവിഡ് ഗോഗിൻസിനെ തണുത്ത വെള്ളത്തിലേക്ക് തള്ളിയിടുകയുണ്ടായി. അദ്ദേഹം അതിൽ നിന്ന് നീന്തിക്കയറാൻ ഒരുപാട് പാടുപെട്ടു. ആ നിമിഷത്തിൽ അദ്ദേഹത്തിന് പിന്മാറിയാലോ എന്ന തോന്നലുമുണ്ടായി. എന്നാൽ ഇത് ശരിക്കുമുള്ള ഒരു ക്ലാരിറ്റിയല്ല, പകരം പേടി മൂലമുണ്ടാകുന്ന ഫാൾസ് ക്ലാരിറ്റിയാണ്. കാരണം എന്തെന്നാൽ കുറച്ചു നേരം പേടിച്ചു പോയെങ്കിലും പിന്നീട് അദ്ദേഹം ഈ കഠിനമായ പരീക്ഷണത്തെയും കംപ്ലീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ആളുകൾ പേടി കാരണമോ തണുപ്പ് കാരണമോ അല്ലെങ്കിൽ തളർച്ച കാരണമോ അല്ല പിന്മാറുന്നത്, പകരം സെൽഫ് ഡൗട്ട് മാക്സിമം ആയി നിൽക്കുന്ന സമയത്താണ് അവർ പിന്മാറുന്നത്. അതുകൊണ്ട് കഠിനമായ പരിസ്ഥിതികളിലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. എല്ലായ്പ്പോഴും പിടിച്ചു നിൽക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ചില സമയത്ത് ക്വിറ്റ് ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ മികച്ച തീരുമാനം. എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സ്വപ്നങ്ങൾ നേടുന്നതിനായി എന്ത് പ്രശ്നത്തെയും നേരിടുന്നത് തന്നെയാണ് ശരി. ഒരു കാര്യം നിങ്ങളുടെ ദൗർബല്യമാണെന്ന് കരുതി നിങ്ങൾ ഒരിക്കലും പിന്മാറരുത്. അവസാനം വരെ ശ്രമിക്കുക. അതിൻ്റെ ഫലത്തെപ്പറ്റി ചിന്തിക്കാതെ പ്രവർത്തിക്കുക. മുന്നോട്ട് പോവുക. ഇത്രയും കഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം ഇത് പകുതി വഴിയിൽ ഇട്ടിട്ട് പോകണോ അതോ പൂർത്തിയാക്കണോ എന്ന് ചിന്തിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൃത്യമായ ഉത്തരം ലഭിക്കുന്നതാണ്. പല മുറിവുകളിലൂടെയും വിഷമങ്ങളിലൂടെയും പലതരം അവഗണനകളിലൂടെയും കടന്നുപോയിട്ടും പിന്മാറാത്ത ഡേവിഡ് ഗോഗിൻസ് കോൺസിസ്റ്റൻസിയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഹൈലി ഇൻസ്പിറേഷനുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പോകുന്നതിന് മുന്നേ ചെക്ക് ഔട്ട് ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്.